Welcome back, guys. We're Open University Today, English Language and Literature Block 1, Introduction to Language and Linguistics. Unit 2, Branches of Linguistics. So without any further ado, let's get started. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ടു ലിംഗ്വിസ്റ്റിക്സിന് ഒരു ആമുഖമാണ് കൊടുക്കുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ഇസ് ദ സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എൻകംപസിങ് ഡൈവേഴ്സ് സബ് ഡിസിപ്ലിൻസ്. എന്താണ് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, ഒരു ശാസ്ത്രീയ പഠനമാണ്. എന്തിനെക്കുറിച്ചുള്ള, ലാംഗ്വേജിനെ കുറിച്ചുള്ള, ഭാഷയെക്കുറിച്ചുള്ള എംപേഴ്സിങ് ഡൈവേഴ്സ് സബ് ഡിസിപ്ലിൻസ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ പഠനമാണ് ഭാഷയെക്കുറിച്ച്. അതിൻ്റെ കീഴിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. അങ്ങനത്തെ ഒരു ശാസ്ത്രീയ പഠന ഭാഷയെക്കുറിച്ചുള്ളതിനാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെൻട്രൽ ബ്രാഞ്ചസ് ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? സെൻട്രൽ ബ്രാഞ്ച്, അതായത് ലിംഗ്വിസ്റ്റിക്സും അതിൻ്റെ കുട്ടികളും ഉണ്ട്. അതുപോലെ മെയിൻ ബ്രാഞ്ച്, അതാണ് മെയിൻ ബ്രാഞ്ചസ്. പിന്നെ ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ലിംഗ്വിസ്റ്റിക്സിനെ വേറെ പല ഫീൽഡുമായി മിക്സ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ എന്തെങ്കിലും ഒരു ബ്രാഞ്ചായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സൈക്കോളജി കണക്ട് ചെയ്യുകയാണെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്നാവും. അല്ലെങ്കിൽ വേറെ എന്താ പറയുക, സൊസൈറ്റി കണക്ട് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്. അങ്ങനെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം സ്വന്തമായിട്ട് അതും അതിൻ്റെ മക്കളും ആണെങ്കിൽ അതിനെന്ത് പറയും? സെൻട്രൽ ബ്രാഞ്ച് എന്ന് പറയും. ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ച് പറഞ്ഞാൽ വേറെ ഡിസിപ്ലിൻസ്, വേറെ സബ്ജക്റ്റുകളായി കണക്ട് ചെയ്തിട്ടുള്ള പുതിയ ടൈപ്പ് സാധനമാണെങ്കിൽ അതിനാണ് ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതിൻ്റെ സ്വന്തം, അതായത് നമ്മളെ ലിംഗ്വിസ്റ്റിക്സും അതിൻ്റെ ബാക്കി പത്രങ്ങളുമാണ് സെൻട്രൽ ബ്രാഞ്ചസ്. മറ്റ് ബ്രാഞ്ചുകളെ കണക്ട് ചെയ്യുന്നത് മറ്റ് ലാംഗ്വേജുമായിട്ട് മറ്റ് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ്. സെൻട്രൽ ബ്രാഞ്ചസ് അനലൈസ് സൗണ്ട്സ്, സ്ട്രക്ചർ ആൻഡ് മീനിങ്. അപ്പോൾ സെൻട്രൽ ബ്രാഞ്ചിൽ എന്താ പരിപാടി? അനലൈസസ് സൗണ്ട്, സ്ട്രക്ചർ ആൻഡ് മീനിങ്. അതായത് നമ്മളെ വേർഡ്സിൻ്റെ, ലാംഗ്വേജിൻ്റെ ശബ്ദം, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മീനിങ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സാധനമാണ് സെൻട്രൽ ബ്രാഞ്ചസുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഇൻ്റർഡിസിപ്ലിനറിയിലോ അത് ലാംഗ്വേജ് ഇൻ സൊസൈറ്റി, ലാംഗ്വേജ് മൈൻഡ്, ലാംഗ്വേജ് ഇൻ കൾച്ചർ, അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഇൻ്റർഡിസിപ്ലിനറി ഭാഷ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, സൊസൈറ്റിയിൽ ഭാഷ എങ്ങനെ പ്രവർത്തിക്കുന്നു, മനസ്സിലെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ്. പിന്നെ ബ്രാഞ്ചസ് ഓഫൻ ഓവർലാപ്പ് ആസ് ലാംഗ്വേജ് ഇസ് എ സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഫെനോമിനൻ. അപ്പോൾ ബ്രാഞ്ചസ് എന്ത് ചെയ്യും? പല സമയത്ത് ഓവർലാപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നമ്മൾ ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ച് എടുക്കുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ബ്രാഞ്ച് ഉണ്ടാവും. എന്താണ്? സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ സോഷ്യോ ലിംഗ്വിസ്റ്റിക് മാത്രം അല്ലെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് മാത്രം അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ കുറച്ച് സൈക്കോ, കുറച്ച് എത്തനോ, അങ്ങനെ മിക്സ് ആയിട്ടൊക്കെ വരാനൊക്കെ സാധ്യതകളുണ്ട്. അതായത് ബ്രാഞ്ചുകൾ ഫിക്സഡ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ആസ് ലാംഗ്വേജ് ഇസ് സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഫിനോമിനൻ. കാരണം എന്താ? സാമൂഹികമായ സാധനമാണ് ഭാഷ. അതുകൊണ്ട് സൈക്കോ ലിംഗ്വിസ്റ്റിക് മാത്രമാണ് ഒരു സമയത്ത് ഉണ്ടാവുന്നത്, അല്ല മറ്റേ ലിംഗ്വിസ്റ്റിക് മാത്രമാണ് സമയം ഉണ്ടാവുന്നത് പറയാൻ പറ്റില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് ഇവോൾവ്സ് ഡൈനാമിക്കലി അഡാപ്റ്റിംഗ് ടു ന്യൂ റിസർച്ച് ആൻഡ് സൊസൈൽ ചേഞ്ചസ്. അപ്പോൾ ഭാഷ, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ പഠനം, ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത് വളരെ ഡൈനാമിക്കാണ്, പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ റിസർച്ചും പുതിയ സൊസൈറ്റികൾ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലിംഗ്വിസ്റ്റിക്സ് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവുന്നതും. എന്നാൽ അതിൻ്റെ കീഴിൽ സെൻട്രൽ ബ്രാഞ്ച് എന്ന് പറയുന്ന അടിസ്ഥാന പഠനങ്ങളുണ്ട്, അതേസമയം ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചും ഉണ്ട്, അതായത് മറ്റ് ഫീൽഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് സിമ്പിളാണ്. ലിംഗ്വിസ്റ്റിക് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, അതിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾ? സെൻട്രൽ, ഇൻ്റർഡിസിപ്ലിനറി. സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ സെൻട്രൽ, അല്ല ബാക്കിയുള്ളവരെ പരിഗണിച്ചിട്ടുള്ള ടൈപ്പ് സാധനമാണെന്നുണ്ടെങ്കിൽ എന്താ ഇൻ്റർഡിസിപ്ലിനറി, അത്ര തന്നെ. അപ്പം മക്കളെ, സെൻട്രൽ ബ്രാഞ്ചസ് എന്ന് പറയുന്ന സാധനം ലിംഗ്വിസ്റ്റിക്സിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട നേരെ ചൊവ്വയുള്ള ബ്രാഞ്ചുകൾ 3 ഇവിടെ ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് നമ്മൾ സൗണ്ട് ബേസ്ഡ് ആണ് ഇപ്പം പറയുന്നത്. ശേഷം സ്ട്രക്ചർ ബേസ്ഡ് വരാനുണ്ട്, അതിനുശേഷം മീനിങ് ബേസ്ഡ് വരാനുണ്ട്. അങ്ങനെ 3 ബേസ്. ഏതൊക്കെ? സൗണ്ട്, സ്ട്രക്ചർ, മീനിങ്. ഈ 3 ബേസിലായിട്ടാണ് സെൻട്രൽ ബ്രാഞ്ചസ് ഉള്ളത്. അതിലൊന്നാമത്തതാണ് സൗണ്ട് ബേസ്ഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 സാധനങ്ങളാണ് ഫെനറ്റിക്സും ഫോണോളജിയും. ഓക്കെ, ഫെനറ്റിക്സ് എന്നാണ് വായിക്കുക, ഫോണോട്ടിക്സ് അല്ല, ഫെനറ്റിക്സ്. ഓക്കെ, ചെറിയൊരു ഓമാരി ഉണ്ടാവും, എന്നാലും ഒരു Phonetics. Phonetics studies how speech sounds are articulated, like the difference between p and b. p എന്ന് വായിക്കുക കേട്ടോ, pb അല്ല, p. അപ്പോൾ ഫെനറ്റിക്സ് പറഞ്ഞാൽ എന്താണ്? ശബ്ദം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് p, b രണ്ടും നമ്മുടെ ചുണ്ട് ഇങ്ങനെ ചുണ്ട് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം ഓരോ ശബ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലുള്ള വ്യതിയാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പഠിക്കുന്നതാണ് ഫെനറ്റിക്സ്. അപ്പോൾ നാവിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ്, വായ എങ്ങനെ വെക്കണം, ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇങ്ങനത്തെ സാധനമൊക്കെ പഠിക്കുന്ന സാധനമാണ് ഫെനറ്റിക്സ്. ഇപ്പോൾ അറബിയിലൊക്കെ പറയുകയാണെങ്കിൽ മഖ്റജ് പഠിക്കുക എന്ന് ചുരുക്കി പറഞ്ഞാൽ പറയാം. പിന്നെ ഫോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിൻസ് ഹൗ സൗണ്ട്സ് ആർ സെലക്ടഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ എ ലാംഗ്വേജ്. എക്സാമ്പിൾ ബൈ കാരിസ് ബട്ട് കിട്ടാ ഇസൻറ്റ് അല്ലേ? ഫോണോളജി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൗണ്ടുകളുണ്ടല്ലോ,
സൗണ്ടുകളൊക്കെ, ഈ സൗണ്ടുകളൊക്കെ എങ്ങനെയാണ് ഭാഷയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് വെക്കപ്പെടുന്നത്, എങ്ങനെ വെച്ചാലാണ് ശരിയാവുന്നത്, എങ്ങനെ വെച്ചാലാണ് തെറ്റാവുന്നത്, അങ്ങനെ ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ഫൊണറ്റിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഈ ശബ്ദം കൊണ്ട് ഭാഷ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫോണോളജി പഠിക്കുന്നത്. ശബ്ദം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് ഫോണറ്റിക്സ് പഠിക്കുന്നു. ആ ശബ്ദം എങ്ങനെയൊക്കെയാണ് ഈ ഭാഷയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യപ്പെടുന്നത് പഠിക്കുന്നത് ഫോണോളജി. ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ദീസ് ബ്രാഞ്ചസ് ഫോക്കസ് ഓൺ ദ ഫിസിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് ആസ്പെക്ട് ഓഫ് സ്പീച്ച് സൗണ്ട്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഈ സെൻട്രൽ ബ്രാഞ്ചായ സൗണ്ട് ബേസ്ഡ് ബ്രാഞ്ചിൽ പഠിക്കുന്നത്? അതിൽ ഈ ഒരു ബ്രാഞ്ചുകളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പീച്ച് സൗണ്ട്. സ്പീച്ച് സൗണ്ടുകളുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരികം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നാവ്, തൊള്ളയെന്നൊക്കെ ആണല്ലോ നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശാരീരികമായിട്ട് ഭാഷ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ സിസ്റ്റമാറ്റിക്, ഈ പറഞ്ഞ വേർഡ്സുകൾ ആദ്യം ഇത് വരണം പിന്നെ ഇത് വരണം, അതൊക്കെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്യുന്നത് എന്നതൊക്കെയാണ് ഈ ഫൊണറ്റിക്സിലും ഫോണോളജിയിലും പഠിക്കുന്നത്. നിങ്ങൾ വല്ലാത്ത തലമുണ്ടാക്കേണ്ട, മോളിൽ പറഞ്ഞ 2 പോയിന്റ് തന്നെയാണ്. ഒന്ന് ശാരീരികമായ പഠനമാണ്, മറ്റേത് ഈ ഭാഷയിൽ ഇതൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായി കൊണ്ടെടുക്കണം എന്നുള്ളതാണ് ഫോണോളജി. എക്സാമ്പിൾ ഇൻ ഇംഗ്ലീഷ് പ് ഇൻ പാറ്റ് കോൺട്രാസ്റ്റ് വിത്ത് ബി ഇൻ ബാറ്റ് ക്രിയേറ്റിംഗ് ഡിസ്റ്റന്റ് മീനിങ്. അതായത് പാറ്റും ബാറ്റും ചെറിയൊരു സൗണ്ട് വ്യത്യാസമാണ്, അതിലെ പഠിക്കുക, ഫൊണറ്റിക്സിലെ പഠിക്കുക. മനസ്സിലായോ? പിന്നെ എന്തുകൊണ്ടാണ് ആദ്യം പ് വന്നത്, എന്തുകൊണ്ട് ശേഷം പ് വന്നുകൂടാ, ഇതാണ് ആര് പഠിക്കുക? ഫോണോളജി പഠിക്കുക. ഓക്കെ. അപ്പോൾ സൗണ്ട് ബേസ്ഡ് സ്റ്റഡീസ് ആർ ഫൗണ്ടേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് പെർസെപ്ഷൻ. ഈ സൗണ്ട് ബേസ്ഡ് പഠനം നടത്തിയാൽ മാത്രമേ ഭാഷ എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു, ഭാഷ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്നൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ ശബ്ദം ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് നമ്മളെ ഫൊണറ്റിക്സിലും എന്തൊക്കെയുണ്ട്? ശബ്ദം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മാത്രമല്ല, ശബ്ദം എങ്ങനെയാണ് കേൾക്കപ്പെടുന്നത് എന്ന് കൂടി നോക്കും. അപ്പോൾ ചെവിൻ്റെ പഠനം കൂടി ഇതിലുണ്ടാവും. ഈ സെൻട്രൽ ബേസ്ഡിൽ പെട്ട നമ്മൾ ഈ സൗണ്ട് ബേസ്ഡിലുണ്ടാവും. അപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ടുള്ള ബേസിംഗ് ആണ് ആദ്യമായിട്ടുള്ളത്. ഫൊണറ്റിക്സ്, ഫോണോളജി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫൊണറ്റിക്സ് പറഞ്ഞാൽ ഭാഷ ശബ്ദം എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നത്, എങ്ങനെയാണ് കേൾക്കപ്പെടുന്നത്, ശാരീരിക വശമാണ്. ഫോണോളജി എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കി ശബ്ദം വെച്ചിട്ട് ഭാഷ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇത് പഠിക്കലാണ്. ഇനി ഭാഷയിലെ രണ്ടാമത്തെ സെൻട്രൽ ബ്രാഞ്ചസുകളിൽ രണ്ടാമത്തത് സ്ട്രക്ചർ ബേസ്ഡ് ആണ്. രൂപം, നേരത്തെ സൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ രൂപം നോക്കിയിട്ടുള്ളതാണ്. അതിലാണ് മോർഫോളജി എന്ന് പറഞ്ഞ സാധനം. മോർഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ രൂപം മാറ്റുന്നതിന്, ഇതിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റുന്നതിന് മോർഫിംഗ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ മോർഫോളജി എന്താ? എക്സ്പ്ലോർസ് വേർഡ് ഫോർമേഷൻ. എങ്ങനെയാണ് ഭാഷയിൽ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെ പുതിയ വേർഡുകൾ ഫോം ചെയ്യുന്നത്, മോർഫ് ചെയ്യപ്പെടുന്നത് എന്ന് പഠിക്കുന്നതാണ്. സച്ച് ആസ് ആഡിങ് ing ടു റൺ ടു മേക്ക് റണ്ണിങ്. ഇപ്പോൾ റണ്ണ് എന്നുള്ള വാക്കിനെ ഇപ്പോൾ ing ചേർത്തിട്ട് അതിന് മോർഫ് ചെയ്തു, മാറ്റം വരുത്തി, അങ്ങോട്ട് റണ്ണിങ് എന്ന വാക്കുണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കൽ എങ്ങനെ, എന്തിലൂടെയാണ്? മോർഫോളജി എന്ന് പറഞ്ഞാൽ ഒരു പഠനത്തിലൂടെയാണ്. പിന്നെ സിൻടാക്സ് സ്റ്റഡീസ് റൂൾസ് ഗവേണിംഗ് സെൻറ്റൻസ് സ്ട്രക്ചർ. എക്സാമ്പിൾ ഷീ റൺസ് വേഴ്സസ് റൺസ്. സിൻടാക്സ് എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഷീ റൺസ് തന്നെ പറയണം, റൺസ് ഷീൻ തിരിച്ചു പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ആര്? സിൻടാക്സ്. സെൻറ്റൻസ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ പഠിക്കുന്നത് സിൻടാക്സ്. വേർഡ് ഫോർമേഷൻ, വേർഡിൻ്റെ പരം പുതിയ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് പുതിയ വേർഡ് ഉണ്ടാക്കുന്ന പരിപാടിക്ക് മോർഫോളജി. അതന്നെ. ഇതൊക്കെ എന്താ പഠിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് വാക്കുകൾ, എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കപ്പെടുന്നതെന്നാണ് മോർഫോളജി, സിൻടാക്സ് ഒക്കെ പഠിക്കുന്നത്. അപ്പം വേർഡ് ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെ? മോർഫോളജി. സെൻറ്റൻസ് ഉണ്ടാക്കപ്പെടേണ്ടത് എങ്ങനെ? സിൻടാക്സ്. ഇതൊക്കെയാണ്. അതിന് എക്സാമ്പിളാണ് അൺഹാപ്പിനെസ്, അല്ലേ? അൺ പ്ലസ് ഹാപ്പിനെസ്. ഇപ്പോൾ ഈ അൺ എന്നുള്ളത് മുമ്പ് ചേർത്തതുകൊണ്ട് പ്രീ ഫിക്സ് ചെയ്താണ്, അല്ലേ? മുമ്പ് ഫിക്സ് ചെയ്താണ്, അപ്പോൾ പ്രീ ഫിക്സ്. ശേഷം ആണെങ്കിലോ ഹാപ്പിനെസ് എന്നാണെങ്കിലോ, അപ്പോൾ ശേഷം ഫിക്സ് ചെയ്യാൻ സഫിക്സ് എന്നാണ് പറയാം കേട്ടോ. ഓക്കെ, അത് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുമ്പ് ചേർക്കുന്നതാണെങ്കിൽ പ്രിഫിക്സ്, ശേഷം ചേർക്കുകയാണെങ്കിൽ സഫിക്സ്. അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഒക്കെ എന്താ ഈ ഹാപ്പി എന്താ റൂട്ട് നിരിച്ചത്? അത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന സമയത്ത്, ഇല്ലെങ്കിൽ അൺഹാപ്പി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ബേസ് വേർഡ് ഉണ്ട്, ഒരു മെയിൻ വേർഡ് ഉണ്ടല്ലോ, അതിനാണ് റൂട്ട് എന്ന് പറയാം. ഇവിടെ ഹാപ്പി എന്നാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്ത് പഠന? ഈ ഹാപ്പിനെസ്സും അൺഹാപ്പിയും ഒക്കെ എന്തിൻ്റെ പഠന? നെസ് ചേർത്തിട്ടുണ്ട്, സഫിക്സ് ചേർത്തിട്ടുണ്ട്. അതൊക്കെ എന്തിൻ്റെ പഠന? മോർഫോളജിൻ്റെ പഠനമാണ്. കാരണം വേർഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ്. എന്നാൽ ഒരു സെൻറ്റൻസ് മൊത്തം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പഠനമെങ്കിൽ എന്ത് വരും? സിൻടാക്സ് വരും. അപ്പോൾ സ്ട്രക്ചർ ബേസ്ഡ് സ്റ്റഡീസ് റിവീൽ ദ ഗ്രാമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇതെന്തിനാണ് പഠിക്കുന്നത്? ഒരു ഭാഷയുടെ ഗ്രാമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ing ചേർക്കുമ്പോൾ എന്താവുന്നു, പുതിയ സെൻറ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമ്പോൾ എന്താവുന്നു, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ ബേസ്ഡ് പഠനം നടത്തുന്നത്. ഇനി മൂന്നാമത്തെ ബ്രാഞ്ചാണ് മീനിങ് ബേസ്ഡ് ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ സൗണ്ട് കഴിഞ്ഞു, സ്ട്രക്ചർ കഴിഞ്ഞു, ഇനി മീനിങ്, അർത്ഥപരമായ ബ്രാഞ്ചാണ്. അതായത് അർത്ഥം നോക്കി പഠിക്കുന്നത്. ഇപ്പോൾ സെമാൻറ്റിക്സ് എന്ന സാധനമാണ് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേറ്റ്സ് മീനിങ് ഇൻ ലാംഗ്വേജ്. ഭാഷയിൽ മീനിങ് എങ്ങനെ ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ നോക്കുക, ബാങ്ക് എന്നുള്ള വാക്ക്, നമുക്കിപ്പം ബാങ്ക് എന്ന് കേട്ടാൽ ആകെ കൂടെ എന്താ, നമ്മൾ പൈസ വാങ്ങാൻ പോകണം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം അറിയാം. എന്നാൽ റിവർ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഈ എന്താണ് പുഴക്കടവ് എന്ന് പറയില്ലേ, പുഴൻ്റെ അറ്റം നമ്മൾ നിൽക്കുന്ന പുഴക്കടവ്, പുഴക്കടവിന് ബാങ്ക് എന്ന് പറയും. അപ്പോൾ ബാങ്ക് എന്നുള്ള ഒരേ വാക്കിന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മൾ പോകുന്ന പൈസ കൊടുക്കുന്ന ബാങ്കും ഉണ്ട്, അതേസമയം പോയിൻ്റെ വക്കും ഉണ്ട്. ഇത് രണ്ടും ബാങ്കാണല്ലോ, അതെങ്ങനെ ഉണ്ടായി? അങ്ങനത്തെ പഠനം, അർത്ഥപരമായ പഠനം നടത്തുന്ന സാധനമാണ് സെമാൻറ്റിക്സ്. അർത്ഥപരമായ
പഠനം നടത്തുന്നതാണ് സെമാൻറ്റിക്സ്. ഇനി പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡീസ് ഹൗ കോണ്ടെക്സ്റ്റ് ഷേപ്സ് മീനിങ്. സന്ദർഭം അർത്ഥത്തെ മാറ്റുന്നത് എങ്ങനെ? അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു ചെങ്ങായി ഇറ്റ്സ് കോൾഡ്, മൂപ്പർ എന്താണ് ഒരു ജനാലൊക്കെ തുറന്നു കിടക്കുന്ന ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ് ഭയങ്കര തണുപ്പില്ലേ. അപ്പോൾ മറ്റാൾക്ക് മനസ്സിലാക്കുക, പ്രാഗ്മാറ്റിക്സ് പഠിച്ച ഒരു അന്തമുള്ള ചെങ്ങായാണ് ഞാൻ പറയും, ആ മൂപ്പര് തണുപ്പുണ്ടല്ലേ, അപ്പോൾ മൂപ്പര് എന്ത് ചെയ്യും, ജനാലകൾ ക്ലോസ് ചെയ്യും. അപ്പോൾ സന്ദർഭമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ജനാലകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മനസ്സിലാക്കുക. അപ്പോൾ സന്ദർഭം എങ്ങനെയാണ് മീനിങ് ഉണ്ടാക്കുന്നതെന്ന് പ്രാഗ്മാറ്റിക്സ്, മീനിങ്ങിനെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ സെമാൻറ്റിക്സ്. അപ്പോൾ രണ്ടിലും എന്താണ്, എങ്ങനെയാണ് നമുക്ക് ദീസ് ബ്രാഞ്ചസ് ഫോക്കസ് ഓൺ ഹൗ ലാംഗ്വേജ് കൺവേസ് ഐഡിയാസ് ഇൻറ്റൻഷൻസ്, നമുക്കുള്ള ചിന്തകൾ, നമ്മളെ ഉദ്ദേശ്യങ്ങൾ, ഇവകളൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മീനിങ് ബേസ്ഡ് ആയിട്ടുള്ള സെമാൻറ്റിക്സും പ്രാഗ്മാറ്റിക്സും. എക്സാമ്പിൾ, ക്യാൻ യു പാസ് ദി സോൾട്ട്, നിങ്ങൾക്ക് ആ ഉപ്പൊന്ന് പാസ് ചെയ്യാൻ പറ്റുമോ അല്ലേ? ക്യാൻ യു പാസ് ദി സോൾട്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ അർത്ഥം എന്താ വരും? ക്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ക്യാൻ യു നിങ്ങൾക്ക് സാധിക്കുമോ പാസ് ദി സോൾട്ട്. ഉപ്പ് പാസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ, അതായത് എനിക്ക് കൈയുണ്ടോ എന്ന ചോദ്യം അല്ല, കഴിവുണ്ടോ ഇല്ല എന്നല്ല, അവിടെ സന്ദർഭത്തിൽ എന്താ അർത്ഥം വരുന്നത്, അതൊരു നിങ്ങൾക്കൊന്ന് പാസ് ചെയ്ത് തരാമോ, ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒന്ന് തരാമോ, ആ ഉപ്പൊന്ന് എടുത്തു തരുമോ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആ ഉപ്പ് തരാൻ കഴിവുണ്ടോ എന്നല്ല. കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ആ സന്ദർഭത്തിൽ എന്താ, അതിന് പ്രാഗ്മാറ്റിക്സ് അറിയണം, സന്ദർഭം മനസ്സിലാക്കണം. ഇവിടെ സന്ദർഭം കഴിവുണ്ടോ എന്ന് ചോദിക്കലല്ല, എന്തല്ല കഴിവുണ്ടോ എന്ന് ചോദിക്കലല്ല, പകരം ആ സാധനം ഇങ്ങോട്ട് പാസ് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ഒന്ന് തരൂ എന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, അതാണ് പ്രാഗ്മാറ്റിക്സ്. സന്ദർഭം മീനിങ്ങിനെ ഉണ്ടാക്കുന്നു. പിന്നെ മീനിങ് ബേസ്ഡ് സ്റ്റഡീസ് ഹൈലൈറ്റ്സ് ലാംഗ്വേജ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ പെർസെപ്ഷൻ. ഈ മീനിങ് ബേസ്ഡ് സാധനം പഠിക്കുന്നതിനെ കൊണ്ട് ഉപകാരം എന്താ അറിയോ? ഭാഷ ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സംസാരിക്കുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് അത് ഗ്രഹിക്കുന്നതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം പഠിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മീനിങ് ബേസ്ഡ് പഠനവും കൂടിയും എന്തിൽപ്പെട്ടതാണ്, സെൻട്രൽ ബേസിൽ പെട്ടതാണ്. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭാഷയിലെ മീനിങ്ങിനെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്ന പരിപാടിയാണ്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സന്ദർഭം വെച്ചിട്ട് എങ്ങനെയാണ് ഭാഷയിൽ അർത്ഥമാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പഠിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വളരെ സുഖസുന്ദരമായിട്ട് സെൻട്രൽ ബ്രാഞ്ചുകൾ കഴിഞ്ഞു. ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സും അതിൻ്റെ അടിസ്ഥാന ബ്രാഞ്ചുകളായ 3 നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പുതിയ ടീമുകളായിട്ട് ടീം വർക്ക് ആയിട്ടുള്ള പരിപാടികളാണ്. ഉദാഹരണത്തിന് സൈക്കോളജി ലിംഗ്വിസ്റ്റിക്സ് ബന്ധപ്പെട്ടപ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്, അതിനുശേഷം ഇനി വരാണ്ട് സോഷ്യോ ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ സോഷ്യലുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയും ലാംഗ്വേജും ബന്ധപ്പെടുമ്പോൾ അങ്ങനെ മിക്സ് പരിപാടികൾക്കാണ് ഇനി പഠിക്കാനുള്ളത്. ഇതിനെന്താ പറയുന്നത്, ഇൻ്റർഡിസിപ്ലിനറി ബ്രാഞ്ചസ്. അതിലാദ്യത്തതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദി മൈൻഡ്, ഫോക്കസിങ് ഓൺ അക്വസിഷൻ, പ്രൊഡക്ഷൻ ആൻഡ് കോംപ്രഹെൻഷൻ. എന്താ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്? സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സാണ് അല്ലേ, സൈക്കോളജി മാനസിക പഠനമാണ്. അപ്പോൾ മനസ്സും അതുപോലെ ഭാഷയും. അപ്പോൾ എന്തായിരിക്കും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ദി മൈൻഡ്, മനസ്സും അതുപോലെ ഭാഷയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന പരിപാടിയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. മനസ്സ് ഭാഷയും തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതാണ്. അതിലെന്തൊക്കെ പെടുന്നു? അക്വസിഷൻ, എങ്ങനെയാണ് ഭാഷ അക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നേടുന്നത്, അതാണ് അക്വസിഷൻ, നേട്ടം. അപ്പോൾ മനസ്സ് എങ്ങനെയാണ് ലാംഗ്വേജിനെ നേടുന്നത്, അതായത് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. പ്രൊഡക്ഷൻ, എങ്ങനെയാണ് മനസ്സിൽ നിന്ന് ഭാഷ ഉണ്ടാവുന്നത്, അതായത് നമ്മൾ സാധനം പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഐഡിയ ഉണ്ടായിട്ട് പിന്നെ ഭാഷയിലേക്ക് വരിക എന്നത്. അപ്പോൾ ഭാഷ എങ്ങനെയാണ് മനസ്സ് ഗ്രഹിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഭാഷ കോംപ്രഹെൻഷൻ പറഞ്ഞ പോലെ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ തന്നെ. അതായത് മനസ്സും ഭാഷയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന സാധനമാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, സൈക്കോ മൈൻഡ്, ലിംഗ്വിസ്റ്റിക്സ് ഭാഷ, ഇത് രണ്ടും കൂടെ ബന്ധം. ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ ചിൽഡ്രൻ ലേൺ ലാംഗ്വേജ്, എങ്ങനെയാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നതെന്നൊക്കെ ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് വെച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഐ തിങ്ക്ഡ് എന്ന് ചിലപ്പോൾ കുട്ടികൾ പറയും, ചിലപ്പോൾ നിങ്ങളും പറയും. തിങ്ക്ഡ് എന്നല്ല പറയേണ്ടത്, അത് തോട്ട് എന്നാണ് പറയേണ്ടത്. പക്ഷേ എന്താ, ഉള്ളിലൊരു ഗ്രാമർ ഉണ്ട് നമ്മളെല്ലാവരും ഉള്ളിൽ, എന്ന് ചേർത്താൽ അതെന്താ പാസ്റ്റ് ആവുന്നത്, അപ്പോൾ വിചാരിക്കും തിങ്ക്ഡ് എന്നാണ്, ശരിയാണല്ലോ. പക്ഷെ അതങ്ങനെയല്ല പറയേണ്ടത്, അതായി തോട്ട് എന്നാണ് പറയേണ്ടത്. ഇംഗ്ലീഷിൻ്റെ രൂപമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തെറ്റ് വരുന്നു, എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നൊക്കെ പഠിക്കുന്നത്. കുട്ടികളുടെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, മനുഷ്യന്മാരെ മനസ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഭാഷയോട്, അതാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് നോം ചോംസ്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പത്തെ പാഠത്തിൽ. നോം ചോംസ്കിയുടെ ഒരു കൺസെപ്റ്റ്, യൂണിവേഴ്സൽ ഗ്രാമർ. മൂപ്പര് പറയുന്നത് എന്താ അറിയോ? ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് എ ലാംഗ്വേജ് സ്ട്രക്ചർ ഫ്രെയിംവർക്ക്. മനുഷ്യന്മാർ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ ഉള്ളിലും ജനറ്റിക്കലി ഒരു സാധനമുണ്ട്. അതായത് നിങ്ങളെ അച്ഛനും നിങ്ങളെ അമ്മയും നിങ്ങളുടെ വല്യച്ഛനും ഓലൊക്കെ സംസാരിച്ച അതേ ഒരു ഗ്രാമർ നമ്മളെല്ലാവരും മനസ്സിലേക്കും ജനറ്റിക്കലി കിട്ടിയിട്ടുണ്ട്. ലോകത്തെല്ലാവരുടെ മനസ്സിലും ഒരു ഗ്രാമർ ഉണ്ട് എന്നാണ് മൂപ്പരെ കൺസെപ്റ്റ്. അതായത് എല്ലാവരുടെ ഭാഷയും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നായിരിക്കും അടിസ്ഥാനപരമായി എന്നൊരു കോൺസെപ്റ്റാണ് ആർക്ക് ചുരുക്കി പറഞ്ഞാലുള്ളത്, നോം ചോംസ്കിക്ക് ഉള്ളത്. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള മൂപ്പരെ കോൺസെപ്റ്റ്. എന്താണ്? ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് എ ലാംഗ്വേജ് സ്ട്രക്ചർ ഫ്രെയിംവർക്ക്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഭാഷയെക്കുറിച്ചുള്ള ഒരു സ്ട്രക്ചർ, ഒരു രൂപം ഉണ്ട്, അത് ജന്മന കിട്ടുന്നതാണ് എന്നതാണ് ആര് കൺസെപ്റ്റ്? നോം ചോംസ്കിൻ്റെ യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്.
പിന്നെ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി വേർഡ് സ്റ്റോറേജ് ആൻഡ് മെമ്മറി. ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്തൊക്കെയാണ് പഠിക്കുന്നത്? വേർഡ് സ്റ്റോറേജ്, എങ്ങനെയാണ് വേർഡ്സ് തലയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നത്, അതുപോലെ റിക്വയറിങ് സൈക്കോളജി എക്സ്പെർട്ടീസ്. അപ്പം ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കണമെങ്കിൽ ഭാഷ മാത്രം പഠിച്ചാൽ പോരാ, സൈക്കോളജി ആയിട്ട് നല്ല കപ്പാസിറ്റിയും വേണം. ഇതിൽ പ്രധാനപ്പെട്ട വർക്ക് ചെയ്തിട്ടുള്ള കീ ഫിഗേഴ്സ് ചോംസ്കി പറഞ്ഞ പോലെ, സ്റ്റീവ് പിങ്കർ എന്ന് പറഞ്ഞ ചെങ്ങായി പ്രധാനപ്പെട്ട ആളാണ്, ജീൻ അറ്റിച്യോ എന്താണ് എയ്റ്റ്സൺ ആ ചെങ്ങായി, ഇവന്മാരൊക്കെ പ്രധാനപ്പെട്ട ഇതിൽ പണിയെടുത്ത ആളുകളാണ്. ഈ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് ജേക്കബ് കാൻറ്റോർ എന്നുള്ള ആളാണ് കേട്ടോ. റോബോട്ട് ജേക്കബ് കാൻറ്റോർ എന്ന പേരുള്ള ആളാണ്. 1936 ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ മനസ്സും ലാംഗ്വേജും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നത്. ഇനിയുള്ളത് എത്നോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ചെറിയ ഗ്യാപ്പ് ഇട്ടാണ്ടോ. എത്നോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് ദ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. എത്നിക് എന്നൊക്കെ പറഞ്ഞാൽ കൾച്ചർ, ഒരു പ്രത്യേക കൾച്ചറുള്ള ആൾക്കാരാണ് എത്നിസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ എത്നോ എന്ന് പറഞ്ഞാൽ കൾച്ചർ. അപ്പോൾ കൾച്ചറും ലാംഗ്വേജും തമ്മിലുള്ള ബന്ധം, കൾച്ചറും ലാംഗ്വേജും അല്ലെങ്കിൽ എത്നിസിറ്റിയും ലാംഗ്വേജും ഒക്കെ ഒന്നെ. കൾച്ചറും ലാംഗ്വേജും സംസ്കാരവും ഭാഷയും തമ്മിലുള്ള പഠനത്തിനെ കുറിച്ചാണ് എത്നോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ സാപ്പിർ-വോർഫ് ഹൈപ്പോത്തസിസ്, അങ്ങനെ ഹൈപ്പോത്തസിസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ഗ്രാമർ പോലത്തെ തിയറിയാണ് ഈ സാപ്പിർ-വോർഫ്. ഇവ രണ്ടാളും കൂടി ഉണ്ടാക്കിയ ഒരു ഹൈപ്പോത്തസിസാണ്. എന്താണ്? സജസ്റ്റ് ലാംഗ്വേജ് ഷേപ്സ് കൾച്ചർ പെർസെപ്ഷൻ. ഓല് പറയണത് എന്താ? ഭാഷയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൾച്ചറിനെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നത്. ഭാഷയിൽ ഒരു കൾച്ചറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറച്ചുകൂടി എളുപ്പമാക്കി പറയാം. ദ ഇനുയിറ്റ് ഹാവ് 50 വേർഡ്സ് ഫോർ സ്നോ. ഇപ്പോൾ ഇനുയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക് നോർത്ത് മറ്റേ ഐസും കട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ മഞ്ഞ് ആയി ബന്ധപ്പെട്ട് 50ഓളം വാക്കുകളുണ്ട്, മഞ്ഞുമായി ബന്ധപ്പെട്ട്. അവിടെ നമ്മൾ പോയിട്ട് നമ്മളെ ഉണങ്ങിയ മലയാളം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അവരെ ഭാഷ അവരെ സംസ്കാരം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മളെ ഭാഷയിൽ അത്രയും വാക്കുകളില്ല. അപ്പോൾ ഭാഷയാണ് ഒരു കൾച്ചറെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്നാണ് ആര് പറയണത്? സാപ്പിർ-വോർഫ് ഹൈപ്പോത്തസിസ് പറയുന്നത്. പിന്നെ എ ട്രൈബൽ കമ്മ്യൂണിറ്റി കോയിൻഡ് വടിവിളക്ക്. അപ്പോൾ നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വടിവിളക്ക് എന്നൊരു വാക്കുണ്ട്. സംഭവം എന്താ? നമ്മളെ ട്യൂബ്ലൈറ്റ് ഇല്ലേ, അതിനാണ് എന്ത് പറയുന്നത്? വടിവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ഭാഷയിലെ രൂപങ്ങളാണ്. ഫോർ ട്യൂബ്ലൈറ്റ് റിഫ്ലക്റ്റിംഗ് കൾച്ചർ ഇന്നോവേഷൻ, അത് അവരെ കൾച്ചറിൻ്റെ ഇന്നോവേഷനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കൾച്ചറിനെ മനസ്സിലാക്കണമെങ്കിൽ ഭാഷ അത്യാവശ്യമാണ്. ഭാഷയിൽ ഒരു കൾച്ചറിനെ മനസ്സിലാക്കി തരാനുള്ള വാക്കുകളില്ല എങ്കിൽ ആ കൾച്ചറിനെ മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ചുരുക്കി പറഞ്ഞ ആര് പറയുന്നത്? സാപ്പിർ-വോർഫ് ഹൈപ്പോത്തസിസ് പറയുന്നത്. Okay, unlike social linguistics, ethno-linguistics focuses specifically on how cultural and ethnic identity influence language. Ethno-linguistics വേറെ പഠനം കൂടിയുണ്ട്. ഭാഷ കൾച്ചറിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, കൾച്ചറും അതുപോലെ ഓരോരുത്തരുടെ സ്വഭാവമാണ് എന്ത് ചെയ്യണത്? ഭാഷയും സ്വാധീനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ വടിവിളക്ക് എന്നുള്ളത് ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, ആ ഒരു ആദിവാസികൾ യൂസ് ചെയ്യുന്നതാണ്. അത് അവിടുത്തെ ആ കൾച്ചറിൽ ഈ ഭാഷയിൽ ഉണ്ടാക്കിയ പുതിയ വേർഡാണ്. വടിവിളക്ക് ഓലുണ്ടാക്കിയ വേർഡാണ്. അപ്പോൾ കൾച്ചറിലേക്ക് ഭാഷ ഇങ്ങോട്ട് മാത്രമല്ല, കൾച്ചർ അങ്ങോട്ടും ഇടപെടും. കൾച്ചർ ഇങ്ങോട്ടും ഭാഷ അങ്ങോട്ടും, അങ്ങനെ രണ്ട് ഇടപാടും പഠിക്കുന്ന പരിപാടിയാണ് എത്നോ ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പണിയെടുത്ത ആൾക്കാരൊക്കെയാണ് എഡ്വാർഡ് സാപ്പിർ, ബെഞ്ചമിൻ ലീ വൂർഫ്, ഇവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇനി അടുത്തത് സോഷ്യോ ലിംഗ്വിസ്റ്റിക് ആണ്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ സോഷ്യോ സമൂഹം അല്ലെ, സോഷ്യൽ സൊസൈറ്റിയും അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് ഭാഷയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. അപ്പോൾ സോഷ്യൽ ലിംഗ്വിസ്റ്റിക് എക്സാമിൻസ് ഹൗ ലാംഗ്വേജ് വേരീസ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഷേപ്ഡ് ബൈ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് കോണ്ടെക്സ്റ്റുകളുണ്ട്, സന്ദർഭങ്ങൾ, സൊസൈറ്റി ഉണ്ടാക്കിയ സന്ദർഭങ്ങളുണ്ട്. ഈ സന്ദർഭങ്ങളിൽ സൊസൈറ്റിയുമായിട്ട് ലാംഗ്വേജ് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ലാംഗ്വേജ് ഡിഫേഴ്സ് ബൈ സിറ്റുവേഷൻ, സന്ദർഭം അനുസരിച്ചിട്ട് ഭാഷകൾ മാറും. എക്സാമ്പിൾ, ഫോർമൽ ബിസിനസ് കോൾസ് യൂസ് പൊളൈറ്റ് സ്ട്രക്ചേർഡ് സ്പീച്ച് അൺലൈക്ക് കാഷ്വൽ ഫ്രണ്ട്സ് ചാറ്റ്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എടാപ്പോടെ സംസാരം ആണെങ്കിൽ അതെന്താണ്, സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു ഷേപ്പിംഗ് ആണ്, രൂപമാണ്. അതേ സൊസൈറ്റി തന്നെ ഫോർമൽ ഗ്രൗണ്ടിങ് ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ മാഷുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിന് ഒരാളായിട്ട് മുതിരുന്നെങ്കിൽ അവരുമായി സംസാരിക്കുമ്പോൾ വളരെ ഫോർമൽ ഭാഷയായിരിക്കും ഉപയോഗിക്കുക. അപ്പം അതൊക്കെ സൊസൈറ്റി ഉണ്ടാക്കുന്ന ഓരോ കോണ്ടെക്സ്റ്റുകളാണ്. അപ്പോൾ സാമൂഹികമായ അന്തരീക്ഷങ്ങളിൽ ഭാഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന സാധനമാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്.
Social factors like class, ethnicity, age, gender, nationality influence vocabulary, pronunciation and style. അല്ലേ? ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാരാണെങ്കിൽ ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടുകാർ മലപ്പുറക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതി, കോഴിക്കോട്ടുള്ള ആളുകളോട് തന്നെ സംസാരിക്കുമ്പോൾ മറ്റൊരു രീതി, അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ കൊടുവള്ളിക്കാരോടൊരു രൂപം, മറ്റുള്ളവരോട് എന്താണ് ഇപ്പം വേറെ ഏരിയകളിലുള്ളൊരു രൂപം, അങ്ങനെ എന്താണ് നമുക്ക് പല രീതിയിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സ്, എസ്പെഷ്യലി സ്ഥലം വ്യത്യാസം, അതുപോലെ വയസ്സ് വ്യത്യാസം, അതുപോലെ ക്ലാസ്. ഇപ്പം ഹിന്ദു റിലീജിയനിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ് ലെവലുണ്ട്. ഇപ്പോൾ വലിയ ക്ലാസ്സിലുള്ള ആൾക്കാർ പണ്ടുള്ള കവിതകളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ലെവലുള്ള ആൾക്കാരെ കവിത ഒന്ന് കേട്ടാൽ ഒരു വസ്തു മനസ്സിലാവില്ല. എന്നാൽ കീഴ്ജാതിക്കാരത് വേറൊരു ഭാഷ. അങ്ങനെ ക്ലാസ് വ്യത്യാസം ഉണ്ടാവും, എത്നിസിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഏജ്, ഇപ്പം വയസ്സായി, ഇപ്പം നമ്മൾ LKG കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിലല്ല വലിയവരോട് സംസാരിക്കുക അല്ലേ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൽപ്പെട്ടാണ്. ജെൻഡർ, സ്ത്രീകളോട് സംസാരിക്കുന്ന പോലെയാണോ പുരുഷന്മാരോട് സംസാരിക്കുക? അല്ല. അപ്പം ഇതെല്ലാം എന്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്? ഈ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വൊക്കാബുലറി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ടുകൾ, അതുപോലെ സ്റ്റൈൽ, ഇതെല്ലാം ഈ കാര്യങ്ങളാൽ മാറ്റപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ പിഗ്മാലിയോൺ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഒരു കഥയിൽ ദ ഫ്ലവർ ഗേൾസ് കോക്നി ഡയലക്ട് മാർക്സ് എ വർക്കിംഗ് ക്ലാസ് ഐഡന്റിറ്റി. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പിഗ്മാലിയോൺ എന്നൊരു പുസ്തകത്തിൽ കഥയിൽ ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി, ഫ്ലവർ ഗേൾ. അവൾ കോക്നി ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണ് അതിൻ്റെ അർത്ഥം? അത് കോക്നി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കിംഗ് ക്ലാസ്, ഒരു ഇടത്തരം ടീമുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ ആ ഗേൾ കോക്നി ഭാഷ ഉപയോഗിക്കുന്നു എന്ന് പറയൽ കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർ വർക്കിംഗ് ക്ലാസ്, ഒരു ഇടത്തരം ഫാമിലിയാണെന്ന് മനസ്സിലായി. അതാണ്. അപ്പം ഫാമിലി എന്നുള്ളതിൻ്റെ കപ്പാസിറ്റി, അവരുടെ റേഞ്ച് എത്രയാണ്, അവരുടെ സ്റ്റാറ്റസ് എത്രയാണ്, ഇതൊക്കെ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പരിധിയിൽപ്പെട്ടാണ്. അപ്പോൾ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി വൈ ആൻഡ് ഹൗ ലാംഗ്വേജ് ചേഞ്ചസ് വിത്ത് സ്പേസ് കമ്മ്യൂണിറ്റീസ്. അല്ലേ? ഓരോ സമൂഹത്തിലും ലാംഗ്വേജ് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, ഓരോ കമ്മ്യൂണിറ്റിയിലുമുള്ള പുതിയ കോണ്ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം പഠിക്കലാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൽ തന്നെ പ്രധാനപ്പെട്ട, നമ്മളെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് വില്യം ലാബോ. ഈ വില്യം ലാബോ ഒരു പഠനം നടത്തിയിട്ടുണ്ട് 1960. അതിലെന്താ പഠനം നടത്തിയത്? സ്റ്റഡി ഷോഡ് സോഷ്യൽ ക്ലാസ് എഫക്ട്സ് പ്രൊനൗൺസിയേഷൻ ഫോക്കസിങ് ഓൺ ദ സൗണ്ട് ഇൻ ന്യൂയോർക്ക്. മൂപ്പര് പഠിച്ചാൽ എന്താ? ഒരാളെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ടീം ലെവൽ കൂടുമ്പോൾ, ഇപ്പം ഉദാഹരണത്തിന് മലയാളികൾക്ക് ഇടയിൽ തന്നെ പണ്ടുള്ള വലിയ ഹൈ എൻഡ് മലയാളി എന്ന് പറയാൻ പറ്റില്ല, പണ്ടുള്ള ഈ നായന്മാർ, പഴയ ആളുകൾ പാട്ടുകളൊക്കെ കേൾക്കാൻ ഒന്നും മനസ്സിലാവില്ല, അവരുടെ ഭാഷ ഭയങ്കര കട്ടിയേറിയതാണ്. എന്നാൽ വാക്കുകൾ പോയിട്ട് ചെറിയ ശബ്ദങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലെ. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂയോർക്കിൽ സൗണ്ടില്ല, സൗണ്ട് കൂടുതൽ പറഞ്ഞാൽ അവരെന്താവും അറിയോ? സൗണ്ട് കൂടുതൽ പറയുകയാണെങ്കിൽ അവർ ലോവർ ക്ലാസ്സാണ്, സൗണ്ട് അധികം പറയുകയാണെങ്കിൽ ഹൈ ക്ലാസ്സാണ്. അങ്ങനെയൊക്കെ ഓരോരോ കൺസെപ്റ്റുകളുണ്ട്. അപ്പം കൂടുതലായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് വേറെ ക്ലാസ്, കുറഞ്ഞ് പറയുന്നവർ വേറെ ക്ലാസ്, അങ്ങനെ പോലും വ്യത്യാസങ്ങൾ എന്താണ്. ഇപ്പോൾ അതായത് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ 6 ഭയങ്കര ശക്തമായി പറയുന്നു, അല്ലെങ്കിൽ 6 ശക്തമായി പറയുന്നില്ല. അത് വെച്ച് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആരെ കണ്ടുപിടിച്ചത്? വില്യം ലാബോ. ഓക്കെ. അപ്പോൾ നമ്മൾ വേർഡ്സ് മാറ്റണമെന്നില്ല, ശബ്ദ വ്യത്യാസങ്ങളിലൂടെ ഒരു പോലത്തെ സൗണ്ടുകൾ എത്രത്തോളം കട്ടിയിൽ പറയുന്നു, എത്രത്തോളം പറയുന്നില്ല, ഇത് നോക്കിയിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സോഷ്യൽ കപ്പാസിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് 1960 വില്യം ലാബോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതിലെന്താണ്? ഹൈ ക്ലാസ് സ്പീക്കേഴ്സ് പ്രൊനൗൺസ് ആർ മോർ ഡിസ്റ്റിങ്ക്ലി ദാൻ ലോവർ ക്ലാസ് സ്പീക്കേഴ്സ്. അപ്പം ലോവർ ക്ലാസ്, താഴ്ന്ന ക്ലാസ്സുകാരായ ആളുകളാണെങ്കിൽ, അതായത് വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ 6 കുറച്ചേ പറയുള്ളൂ. ഹൈ ക്ലാസ് ആളുകളാണ് നല്ല കാട്ടിയിൽ പറയും അത്ര, അപ്പോൾ ഹൈ ക്ലാസ് ആവുള്ളൂ. അപ്പോൾ നല്ല അടിച്ചാൽ എന്താവും? ഹൈ ക്ലാസ് ആവുമെന്നാണ് ആര് കണ്ടുപിടിച്ചത്? ലാബോ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ലാബോ കളക്റ്റഡ് ഡേറ്റ ത്രൂ ഇൻ്റർവ്യൂസ് ആൻഡ് വേർഡ് ലിസ്റ്റ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ്. മൂപ്പര് പോയിട്ട് കുറേ ഇൻ്റർവ്യൂകൾ നടത്തി, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയിട്ട് കുറേ വേർഡ്സ് കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ ലാബോ ഈ പഠനം നടത്തിയത്. അത് വിഷയമല്ല. ഹിസ് ഫൈൻഡിങ്സ് കൺഫേംഡ് പ്രൊനൗൺസിയേഷൻ ആസ് എ മാർക്കർ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. മൂപ്പര് പഠനം ഇപ്പം എന്താ കണ്ടുപിടിച്ചത്? എന്നുള്ള സൗണ്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ പവർ അനുസരിച്ച് സോഷ്യൽ സ്റ്റാറ്റസ് അറിയപ്പെടുന്നു. ദ മോർ കട്ടി ദ ആർ, സൗണ്ട് എത്രത്തോളം കട്ടി കൂടുന്നോ അത്രത്തോളം സ്റ്റാറ്റസ് അങ്ങനെ കൂടി വരുന്നതാണ് മൂപ്പര് കണ്ടുപിടിച്ചത്. ദിസ് സയന്റിഫിക് അപ്രോച്ച് റൂട്ടഡ് ഇൻ ഫെർഡിനാൻഡ് ഡെ സോഷ്യർസ് വർക്ക്, സോഷ്യർ എന്ന് വായിക്കുക കേട്ടോ. ഫെർഡിനാൻഡ് ഡെ സോഷ്യർസ് വർക്ക് റെവല്യൂഷനൈസ്ഡ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു വില്യം ലാബോ ഈ പഠനം നടത്തിയിട്ടുള്ളത് ഫെർഡിനാൻഡ് ഡെ സോഷ്യർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിൻ്റെ ഒരു വക്താവുണ്ട്. മൂപ്പര് ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര പഠനം നടത്തിയ ആളാണ്. ഏതായാലും ഫെർഡിനാൻഡ് ഡെ സോഷ്യർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ വില്യം ലാബോ ഈ പറഞ്ഞ പഠനം നടത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൽ വില്യം ലാബോ നടത്തിയ പഠനം പ്രകാരം വാക്കുകളിലെ വ്യത്യാസം മാത്രമല്ല, ജസ്റ്റ് പ്രൊനൗൺസിയേഷനിലെ മാറ്റത്തിലൂടെ പോലും സോഷ്യലായിട്ടുള്ള ചേഞ്ചും അവരുടെ സ്റ്റാറ്റസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വില്യം ലാബോ കണ്ടുപിടിച്ചു.
അടുത്തതായിട്ടുള്ളത് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ന്യൂറോ എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രെയിന് ഞരമ്പൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ് ന്യൂറോ. അപ്പം ന്യൂറോ ലിംഗ്, അപ്പോൾ ബ്രെയിനും അതുപോലെ തന്നെ ഞരമ്പ് അങ്ങനെ കൂട്ടാം. ബ്രെയിനെ നമുക്ക് ഞരമ്പ് ഒക്കെ ഒന്നിച്ച് കൂട്ടാം. ഓക്കെ, അപ്പോൾ ബ്രെയിനും ലാംഗ്വേജും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. അതായത് ബ്രെയിൻ്റെ ഏത് ഭാഗമാണ് സംസാരിക്കാൻ, ഏത് ഭാഗമാണ് വായിക്കാൻ, ഏത് ഭാഗമാണ് എഴുത്തിനെ സഹായിക്കുന്നത്, അങ്ങനെ ബ്രെയിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നിനെ കുറിച്ച് പഠിക്കുന്ന പരിപാടിയാണ് എന്ത്, ചുരുക്കി പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്. ഒക്കെ ഡിസോർഡർ ഇപ്പോൾ എന്താണ്, ബ്രെയിൻ്റെ ഏത് ഭാഗമാണ് സംസാരിക്കാൻ സഹായിക്കുന്നത്, അതൊക്കെ പഠനമാണ്. അപ്പം അതിലെന്തൊക്കെ പഠിക്കും നമ്മൾ? ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസോർഡേഴ്സ് ലൈക്ക് ഡിസ്ലെക്സിയ അല്ലേ, ഇപ്പോൾ താരേ ജമീൻ പർ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇഷാൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പര് എഴുതുന്ന കാര്യങ്ങൾ മൂപ്പര് പറയുന്നതും വ്യത്യാസമുണ്ട്. മൂപ്പര് മനസ്സ് പറയുന്നത് എഴുതുന്നത് മറ്റൊന്നാണ്. അപ്പോൾ അത് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുണ്ട്. അങ്ങനെ ഡിസ്ലെക്സിയ ഉണ്ടാകുന്നത് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ സഹായിക്കുന്ന ചില ഭാഗങ്ങൾ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ഈ ഡിസ്ലെക്സിയ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് നമ്മളെ ബ്രെയിനും ഭാഷയും നമ്മളെ കണക്ഷനാണ് പഠിക്കുന്നത്. ബ്രെയിൻ്റെ ഏത് ഭാഗങ്ങളാണ് ഏതൊക്കെ എഴുത്തിനും ഇതിനൊക്കെ സഹായിക്കുന്നതെന്ന് പഠിക്കുന്നു. ആ ഭാഗങ്ങൾക്ക് പ്രശ്നം വന്നാൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്ന് പഠിക്കുന്നു. അതിൽ പെട്ടതാണ് ഡിസ്ലെക്സിയ, ഡിസോർഡേഴ്സിൽ പെട്ടതാണ് ഡിസ്ലെക്സിയ. അതേപോലെ ഈ പഠനത്തിൽ പ്രധാനമായിട്ടും ഇടപാടുള്ള ആളുകളാണ് പോൾ ബ്രോക്ക. അയാളൊരു ബ്രോക്കസ് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാൾ വെർണിക്കേസ് ഏരിയ, അങ്ങനെ ഓരോ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ ഈ ബ്രെയിൻ്റെ ഓരോ ഭാഗങ്ങൾ പഠിക്കുകയും അതെന്തിനെ സഹായിക്കുന്നു, അവിടെ ഡാമേജ് ആയി എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ഇവരൊക്കെ പഠനം നടത്തിയ ആൾക്കാരാണ്. ഇന്നിപ്പോൾ മോഡേൺ ബ്രെയിൻ ഇമേജിംഗ് ടെക്നീക്സ് ഉണ്ട്, EEG പോലത്തെ ടെക്നിക്സ്. ആ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്രെയിൻ്റെ വികസനം, ബ്രെയിൻ്റെ പവർ എത്ര ഉണ്ട്, ബ്രെയിൻ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുക ഇന്നത്തെ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്ക് കൊണ്ട് സാധ്യമാണ്. അതിനെക്കൊണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സും അതുപോലെ ന്യൂറോ സയൻസും ഒക്കെ വളരെ ഉഷാറായി നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. നോർമൻ ഗസ്റ്റുവിൻ്റെ ഒരു ചങ്ങായി പഠിച്ച എന്താണ്, ഷോഡ് ഹൗ ബ്രെയിൻ റീജിയൻസ് ഇൻട്രാക്ട് ഫോർ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. മൂപ്പര് പഠിച്ച എന്താ, നമ്മൾ വായിക്കുന്ന സമയത്ത് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ച ആളാണ് നോർമൻ ഗിഷ്വിൻ. ചുരുക്കി പറഞ്ഞാലും പോൾ ബ്രോക്ക, കാൾ വെർണിക്കെ, നോർമൻ ഗിഷ്വിൻ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിൽ ഇടപെട്ട ആളുകൾ. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞാൽ എന്താണ്, ബ്രെയിനും ലാംഗ്വേജും തമ്മിലുള്ള ബന്ധം പഠിക്കലാണ്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം വരാൻ സാധ്യതയുള്ളതാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക്കും സൈക്കോ ലിംഗ്വിസ്റ്റിക്കും രണ്ടും ബ്രെയിനായി ബന്ധപ്പെട്ടാണല്ലോ. ഒന്ന് മാനസികമാണ്, ഒന്ന് ശാരീരികമാണ്. ന്യൂറോ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രെയിനിൻ്റെ പച്ചക്ക് നോക്കും. സൈക്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സാണ്. മനസ്സ് നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റാത്ത സാധനമല്ല. ഓക്കെ, അപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് മാപ്സ് ഫിസിക്കൽ ബ്രെയിൻ ഏരിയാസ് ഫോർ ലാംഗ്വേജ്. ശാരീരികമായിട്ടുള്ള ബ്രെയിൻ്റെ ഏരിയ നേരെ ചുവ കാണാൻ പറ്റുക പറഞ്ഞാൽ തല പൊട്ടിച്ച് നോക്കിയാൽ കാണാം, മനസ്സ് തല പൊട്ടിച്ച് നോക്കിയാലും കാണൂല. ഓക്കെ, അപ്പം ഫിസിക്കലായിട്ടുള്ള ബ്രെയിൻ്റെ ഏരിയ വെച്ച് പഠിക്കുന്ന പഠനമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞാൽ അബ്സ്ട്രാക്ട്, അതായത് കാണാൻ പറ്റാത്ത തൊടാൻ പറ്റാത്ത മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം, മാനസികമായിട്ടുള്ള വിഷയമാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ ബോത്ത് സ്റ്റഡി അക്വസിഷൻ, പ്രൊഡക്ഷൻ, കോംപ്രഹെൻഷൻ. രണ്ടും എന്താണ്, ഭാഷ എങ്ങനെയാണ്, ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് ഭാഷയെ നമ്മൾ ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്, ഇതൊക്കെയാണ് രണ്ടും പഠിക്കുന്നത്. പക്ഷേ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടി ശാസ്ത്രീയമാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് കുറച്ചുകൂടി ശാസ്ത്രീയമാണ്, കാരണം നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം സൈക്കോ ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ കുറേ തിയറി പറയൽ മാത്രമാണ്, നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സ് കാണാൻ പറ്റുന്ന സാധനമല്ലല്ലോ. പിന്നെ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പിൻ പോയിന്റ് ഡിസ്ലെക്സിയ ബ്രെയിൻ ബേസിസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ ഏത് ഭാഗത്താണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത്, അയാൾക്ക് എന്താ സുഖമാണ് ഇത് കാരണം ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് നേരിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൽ അങ്ങനെ പഠിക്കാനില്ല. അതിലെന്താ പഠിക്കുക, എന്തുകൊണ്ടാണ് കുട്ടികൾ ഐ തിങ്ക്ഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അവരെ മനസ്സിലെല്ലാവരും ഒരു ഗ്രാമർ പോലെ സാധനമുണ്ട്, അപ്പോൾ അവരങ്ങ് ഐ തിങ്ക്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ എന്താണ് അനുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അനുമാനങ്ങളാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള കാണാൻ പറ്റിയ ഒറിജിനൽ സാധനമാണ്. അപ്പോൾ ചിലപ്പം ന്യൂറോ ലിംഗ്വിസ്റ്റിക്കും സൈക്കോ ലിംഗ്വിസ്റ്റിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് സംഭവിക്കും. അതാണ് ഫീൽഡ്സ് ഓവർലാപ്പ് എന്ന് പറഞ്ഞത്. ഏതായാലും ന്യൂറോ ലിംഗ്വിസ്റ്റിക്കും സൈക്കോ ലിംഗ്വിസ്റ്റിക്കും കേട്ടാൽ ഒരുപോലെയാണ്, പക്ഷേ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ശാരീരികവും സൈക്കോ ലിംഗ്വിസ്റ്റിക് മാനസികമായ കുറച്ച് അനുമാനങ്ങളും ആണ്. ഓക്കെ, അപ്പം ചുരുക്കി പറയാണ്, റീക്യാപ്പ് ചെയ്യാണ്. സെൻട്രൽ ബ്രാഞ്ചസ്, അതായത് എന്താണ് ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു, ശാസ്ത്രീയമായ ഭാഷയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിൽ സെൻട്രൽ ബ്രാഞ്ച് ഉണ്ട്, ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് ഉണ്ട്. സെൻട്രൽ ബ്രാഞ്ച് പറഞ്ഞാൽ മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന് കീഴിലുള്ള മെയിൻ സാധനങ്ങളാണ്. അതായത് മീനിങ്ങിൻ്റെയും സൗണ്ടിൻ്റെയും ഒക്കെ സ്ട്രക്ചറിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുന്ന ഒരു പഠനമാണ്. അല്ലാതെ പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് ഒരു സാധനമുണ്ട്, അത് അതായത് ലിംഗ്വിസ്റ്റിക്സും മറ്റ് ബ്രാഞ്ചുകൾ. ഇപ്പോൾ സൈക്കോളജി ചേർക്കുമ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആവും, എത്തനിക്സ് കയറ്റുമ്പോൾ എത്തനോ ലിംഗ്വിസ്റ്റിക്സ് ആവും, സോഷ്യോളജി ലിംഗ്വിസ്റ്റിക് പറയുമ്പോൾ വേറെ, എത്തനിക്ക് പറയുമ്പോൾ ഒരു കൾച്ചറും ലാംഗ്വേജുള്ള ബന്ധം. സൈക്കോ ലിംഗ്വിസ്റ്റിക് പറയുമ്പോൾ ബ്രെയിനും അതായത് ബ്രെയിനല്ല മനസ്സും ലാംഗ്വേജുമായി ബന്ധം. ബ്രെയിനും ലാംഗ്വേജും ആണെങ്കിൽ എന്താണ്, അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക് സൊസൈറ്റിയും ലാംഗ്വേജും. ഇതാണ് ചുരുക്കി പറഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ലാബവും അതുപോലെ നമ്മളെ മറ്റേ ചങ്ങായി എന്തായിരുന്നു, നോം ചോംസ്കി, ഇവരൊക്കെ തിയറികൾ പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ, യൂണിവേഴ്സൽ ഗ്രാമറൊക്കെ പഠിക്കാം. അപ്പം ഇതാണ് ഈ പാഠത്തിലുള്ളത്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.